നമസ്കാരം. ഉച്ചവരെയുള്ള വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. 1 PM ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അമൃത പടിക്കാൽ. നോക്കാം വാർത്തകൾ വിശദമായി. CMRL എക്സാലോജിക് ഇടപാട് അന്വേഷണത്തിന്റെ തുടർ നടപടിയിലേക്ക് കടന്ന് ED. വീണാറ്റിയുടെ മരവിപ്പിച്ച അക്കൗണ്ടിന്റെ ലോക്കർ തുറന്ന് പരിശോധിക്കാനാണ് തീരുമാനം. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ അപ്പീലിന്റെ തെളിവുകൾ നിരത്തി ED എതിർക്കും. CMRL തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അന്വേഷണവുമായി മുന്നോട്ടു പോകാനാണ് ED നീക്കം. വീണാട്ടിയുടെ ലോക്കർ തുറന്ന് പരിശോധിക്കും. HDFC ബാങ്കിലെ ലോക്കറാണ് പരിശോധിക്കുക. ലോക്കറുള്ള അക്കൗണ്ട് ED നേരത്തെ മരവിപ്പിച്ചിരുന്നു. മരവിപ്പിച്ച അക്കൗണ്ടിൽ 1.5 ലക്ഷം രൂപയുണ്ടായിരുന്നു. ഡയറക്ടറേറ്റിൽ നിന്ന് മറുപടി ലഭിച്ച ശേഷം വീണാട്ടിക്ക് ഉടൻ സമൻസ് അയക്കാനാണ് EDയുടെ തീരുമാനം. CMRL ഉദ്യോഗസ്ഥർക്കും സമൻസ് അയക്കും. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ അപ്പീൽ തിങ്കളാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. അപ്പീലിനെ ശക്തമായി എതിർക്കാനാണ് EDയുടെ തീരുമാനം. റെയ്ഡിൽ ലഭിച്ച തെളിവുകൾ കോടതിയിൽ ഹാജരാക്കും. CMRL മനഃപൂർവ്വം അന്വേഷണം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന കാര്യവും കോടതിയെ അറിയിക്കും. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. വീണ തൈക്കണ്ടിക്കെതിരായ മാസപ്പടി കേസിലെ ED റെയ്ഡിനെതിരായ പ്രതിഷേധത്തെ പിന്തുണയ്ക്കുന്നതിൽ CPI സംസ്ഥാന നേതൃത്വത്തിൽ ആശയക്കുഴപ്പം. പിണറായി വിജയന്റെ മകൾക്കെതിരായ അന്വേഷണത്തിൽ പ്രതിഷേധിക്കേണ്ടതുണ്ടോ എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ചോദ്യം. ബിസിനസ്സുള്ള മകളുടെ കേസിനെ രാഷ്ട്രീയമായി പിന്തുണയ്ക്കുന്നത് ഉചിതമല്ല എന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. വ്യാഴാഴ്ച ഓൺലൈനായി ചേർന്ന CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് EDക്കെതിരായ പ്രതിഷേധം സംബന്ധിച്ച് പാർട്ടി നേതാക്കൾക്കിടയിലുള്ള ഭിന്നത മറനീക്കി പുറത്തു വന്നത്. മാസപ്പടി കേസിലെ ED അന്വേഷണം പിണറായി വിജയനെതിരായല്ല, മകൾ വീണ തൈക്കണ്ടിക്കെതിരെയാണ് നടക്കുന്നത്. പിണറായിയുടെ മകൾക്കെതിരായ ED അന്വേഷണത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതും പ്രതിഷേധമുയർത്താൻ ശ്രമിക്കുന്നതും ശരിയല്ലെന്ന് ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം K. പ്രകാശ് ബാബു യോഗത്തിൽ തുറന്നു പറഞ്ഞു. മറ്റൊരു ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമായ P. സന്തോഷ് കുമാറും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KP സുരേഷ് രാജും ഇതിനോട് യോജിച്ചു. ബിസിനസ്സുള്ള മകൾ സർക്കാർ പദവി വഹിക്കുന്ന അച്ഛനൊപ്പം താമസിക്കുന്നതിൽ അനുചിത്യമുണ്ടെന്നും യോഗത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. EDക്കെതിരായ പ്രതിഷേധത്തിൽ നേതൃത്വം അമിതാവേശം കാട്ടരുതെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. എന്നാൽ ജനവികാരം പിണറായി വിജയന് അനുകൂലമാണെന്നും പ്രതിഷേധത്തിൽ പാർട്ടി സജീവമായി ഇറങ്ങണമെന്നുമായിരുന്നു K. രാജൻ, PP സുനീർ, KP രാജേന്ദ്രൻ തുടങ്ങിയ നേതാക്കളുടെ നിലപാട്. ഭിന്ന നിലപാട് സ്വീകരിച്ചാൽ മുന്നണിയിൽ ഒറ്റപ്പെടുമോ എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ ആശങ്ക. പാർട്ടിയിൽ ഭിന്നസ്വരം ഉയർന്നതിനെ തുടർന്നാണ് ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾക്കെതിരെ നടന്ന ആക്രമണത്തെ ഇന്നലെ ബിനോയ് വിശ്വം തള്ളിപ്പറഞ്ഞത്. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. തൃശൂർ അതിരപ്പള്ളി വൈശ്ശേരി സ്വദേശി മോഹനനാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 2:30 കാട്ടാനയുടെ ആക്രമണം. കൃഷിയിടത്തിലിറങ്ങിയ ആനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. പുലർച്ചെയോടെ സഹോദരന്റെ വീടിനു സമീപം എത്തിയ കാട്ടാനയെ പന്തം കത്തിച്ച് തുരത്താൻ ശ്രമിക്കുകയായിരുന്നു 65-കാരനായ മോഹനൻ. പാഞ്ഞെടുത്ത കൊമ്പൻ സഹോദരന്റെ വീടിന്റെ മുൻവശത്ത് വെച്ചാണ് മോഹനെ ആക്രമിച്ചത്. ആനയുടെ ചവിട്ടും തുമ്പിക്കൈ കൊണ്ടുള്ള അടിയുമാണ് മരണത്തിനു കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഞങ്ങൾ അവിടുന്ന് കൊച്ചു വന്ന് വിളിച്ച് വന്ന് ഒരു പന്തം കത്തിച്ചു. പന്തം കത്തിച്ചപ്പോഴേക്കും ആന അവിടെ നിന്ന് ഓടി വന്നു. അങ്ങനെ ഉണ്ടായി. ആന നിന്നില്ല, ഇവിടുന്ന് ഓടി വന്ന് ആളെ തട്ടയില്ല, നേരെ ഒന്ന് തുമ്പിക്കൈ തട്ടാണ്. മോഹന്റെ കുടുംബത്തിന് 14 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. നഷ്ടപരിഹാരം ഇപ്പോൾ 14 ലക്ഷം രൂപയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഇന്ന് തന്നെ അതിന്റെ ആദ്യ ഗഡു നൽകുന്നതായിരിക്കും. അതിരപ്പള്ളി വെറ്റിലപ്പാറ മേഖലയിൽ ഏതാനും ദിവസങ്ങളായി കാട്ടാന ശല്യം രൂക്ഷമാണ്. ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞതോടെ പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാർ ചാലക്കുടി ആനമല അന്തർ സംസ്ഥാന പാത ഉപരോധിച്ചു. അധികാരികളെ കണ്ണു തുറക്കൂ, ജീവിക്കാനായി പണമൊരുതും. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധക്കാർ DFOയുമായി സംസാരിച്ചു. പ്രശ്നമുള്ള ആനയാണെങ്കിൽ, പ്രശ്നക്കാരനാണെങ്കിൽ അതിനെ അവിടെ നിന്ന് മാറ്റാനുള്ള നടപടികളെല്ലാം നമുക്ക് കൈക്കൊള്ളാം. ആനയെ എത്രയും പെട്ടെന്ന് ജനവാസ മേഖലയിൽ നിന്ന് തുരത്താൻ നടപടി സ്വീകരിക്കുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതിഷേധക്കാർക്ക് ഉറപ്പ് നൽകി. തിങ്കളാഴ്ച വനമന്ത്രി ഷിബു ബേബി ജോൺ പ്രദേശത്ത് നേരിട്ടെത്തും. മന്ത്രി എത്തുമെന്ന ഉറപ്പുകൂടി ലഭിച്ചതോടെ നാട്ടുകാർ ഉപരോധ സമരം അവസാനിപ്പിച്ചു. മോഹനന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ബിനേഷ് ബാബുരാജിനൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, 24, തൃശൂർ. തൃശൂരിലെ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ തൃപ്തനല്ല എന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. 5 ദിവസമായി പ്രദേശത്ത് ആനയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. എന്നിട്ടും അപകടം ഒഴിവാക്കാൻ കഴിയാത്തത് ഗുരുതര വീഴ്ചയാണെന്നും മന്ത്രി പ്രതികരിച്ചു. ഇന്ന് രാവിലെ ഉണ്ടായ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി എനിക്ക് പ്രാഥമിക റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. PCCFന്റെ പ്രാഥമിക റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനതിൽ തൃപ്തനല്ല. വിജിലൻസിൻ്റെ റിപ്പോർട്ട് അരമണിക്കൂറിനകം എനിക്ക് നൽകും എന്നാണ് അറിയിപ്പുള്ളത്. അതിൻ്റെ പേരിൽ ഉള്ള
ആവശ്യമായിട്ടുള്ള നടപടി ഇന്ന് തന്നെ ഉണ്ടാകും ഈ കാര്യത്തിൽ എന്ന് പറയാനൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 5 ദിവസത്തിൽ കൂടുതലായിട്ട് ആനയുടെ സാന്നിധ്യം ഈ മേഖലയിലുണ്ട്. വാട്സാപ്പ് വഴി ഇതെല്ലാം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നുണ്ട്. അതായത് 5 ദിവസമായിട്ട് സാന്നിധ്യമുണ്ടായിട്ട് നമുക്കൊരു അപകടം ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ഗൗരവത്തിൽ തന്നെ കാണുന്നു. അതിൻ്റെ വിശദാംശങ്ങളും പുറകെ ഉണ്ടാകും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക പരിശോധനാ ഫലം SITക്ക് ലഭിച്ചു. കട്ടിളപ്പാളികൾ മാറ്റിയിട്ടില്ലെന്നും പാളികളെ പൊതിഞ്ഞ സ്വർണ്ണമാണ് തട്ടിയെടുത്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജംഷഡ്പൂരിലെ ലാബിൽ പരിശോധിച്ച 8 സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. റിപ്പോർട്ട് SIT കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്തിമ ശാസ്ത്രീയ പരിശോധനാ ഫലം പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു. വ്യവസായി വിജയ് മല്യ സ്വർണത്തിൽ നിർമ്മിച്ചു നൽകിയ ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പപാളികളോ കട്ടിളപ്പാളികളോ മാറ്റിയിട്ടില്ല എന്നാണ് പരിശോധനാ ഫലം. കൊള്ളയടിച്ചത് പൊതിഞ്ഞ സ്വർണം മാത്രമാണെന്നും പരിശോധനാ ഫലത്തിൽ പറയുന്നു. പാളികൾക്ക് 20 വർഷത്തിന് മുകളിൽ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നു. ജാംഷഡ്പൂരിലെ ദേശീയ മെറ്റലർജിക്കൽ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനാ ഫലമാണ് പുറത്തുവന്നത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളി, കട്ടിളപ്പാളി എന്നിവയിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിച്ചായിരുന്നു SIT പരിശോധനയ്ക്ക് അയച്ചത്. 8 സാമ്പിളുകളായിരുന്നു പരിശോധനയ്ക്ക് നൽകിയത്. പരിശോധനാഫലം കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കാനാണ് SITയുടെ തീരുമാനം. അതേസമയം SIT അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ഞങ്ങൾക്ക് ഇതുവരെ തൃപ്തിയില്ല. പക്ഷേ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് അന്വേഷണം എന്നുള്ളതുകൊണ്ട് നിയമോപദേശം നേടിയതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയും. സ്വർണ്ണ സാമ്പിളുകളിൽ അത്യാധുനിക രീതിയിലുള്ള ശാസ്ത്രീയ പരിശോധന അത്യാവശ്യമാണെന്ന് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും സാമ്പിളുകൾ ശേഖരിച്ച് ജാംഷഡ്പൂരിലെ ലാബിൽ പരിശോധനയ്ക്കയച്ചത്. 24 തിരുവനന്തപുരം. പ്രതിപക്ഷ ഉപനേതാവിനെ സംബന്ധിച്ച തർക്കം മൂത്തതോടെ LDF-ൽ അസാധാരണ പ്രതിസന്ധി. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് നിയമസഭാ സമ്മേളനം തുടങ്ങിയിട്ടും സംയുക്ത പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കാനാകാത്തതാണ് മുന്നണിയിൽ പ്രതിസന്ധി ആയിരിക്കുന്നത്. ചൊവ്വാഴ്ച നന്ദിപ്രമേയ ചർച്ച ആരംഭിക്കാനിരിക്കെ ഭിന്നത പരിഹരിക്കാനാണ് ശ്രമം. സമീപകാലത്തൊന്നും നേരിട്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധിയാണ് LDF ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നു, MLA-മാരുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞു. എന്നിട്ടും ഇതുവരെ ഒരു തവണ പോലും മുന്നണിയിലെ എല്ലാ MLA-മാരെയും ഒരുമിച്ചിരുത്തി യോഗം ചേരാനായിട്ടില്ല. സഭാതലത്തിലെ ഏകോപനത്തിനും നിയമസഭാ കക്ഷിയുടെ പൊതുവായ പ്രവർത്തനങ്ങൾക്കും മുന്നണിയുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേരേണ്ടത് അനിവാര്യമാണ്. നിയമസഭാ കക്ഷിയുടെ സെക്രട്ടറിയെയും വിപ്പിനെയും തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. എന്നാൽ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ച് CPIM-നും CPI-ക്കും ഇടയിലുള്ള തർക്കം രൂക്ഷമായതിനാൽ ഇതുവരെ യോഗം ചേരാനായിട്ടില്ല. മുന്നണിയുടെ നേതൃത്വം CPIM-ൽ മാത്രം കേന്ദ്രീകരിക്കാതിരിക്കാൻ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ലഭിച്ചേ തീരുവെന്നാണ് CPI-യുടെ നിലപാട്. എന്നാൽ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വിട്ടുകൊടുക്കാനാവില്ലെന്നാണ് CPIM-ന്റെ നിലപാട്. ചൊവ്വാഴ്ച നിയമസഭയിലെ നന്ദിപ്രമേയ ചർച്ച തുടങ്ങാനിരിക്കെ സംയുക്ത നിയമസഭാ കക്ഷി യോഗം നടന്നില്ലെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാകും. അതിനു മുമ്പ് പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമം. 24 തിരുവനന്തപുരം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര നിലവറയിലെ ആഭരണങ്ങളുടെ ഡിജിറ്റലൈസേഷന് സർക്കാർ നൽകിയ ഫണ്ടിന്റെ വിവരം പുറത്തുവിടാനാകില്ല എന്ന് ഭരണസമിതി. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് അപേക്ഷ തള്ളിയത്. പത്മനാഭസ്വാമി ക്ഷേത്ര B നിലവറയിലെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യാൻ ചെലവഴിച്ച തുകയുടെ വിശദാംശങ്ങൾ ആരാഞ്ഞ് കൊച്ചി സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ K ഗോവിന്ദൻ നമ്പൂതിരി നൽകിയ അപേക്ഷയാണ് ക്ഷേത്ര ഭരണസമിതി തള്ളിയത്. ദേവസ്വം ബോർഡ് റവന്യൂ വിഭാഗത്തിനായിരുന്നു അപേക്ഷ നൽകിയത്. ദേവസ്വം ബോർഡ് അധികൃതർ പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതിക്ക് അപേക്ഷ കൈമാറി. ക്ഷേത്രം വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നില്ലെന്ന് ക്ഷേത്ര ഭരണസമിതി വിവരാവകാശ പ്രവർത്തകന് മറുപടി നൽകുകയായിരുന്നു. 2016 മുതൽ 2026 ജനുവരി 20 വരെ പത്മനാഭസ്വാമി ക്ഷേത്ര നിലവറകളിലെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് ആകെ ചിലവഴിച്ച തുക ഉൾപ്പെടെ വ്യക്തമാക്കണമെന്നായിരുന്നു അപേക്ഷ. അതേസമയം ക്ഷേത്രങ്ങൾക്ക് സുതാര്യത വേണമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. എല്ലാം സുതാര്യമായിരിക്കണം, സർക്കാരിന്റെ ഫണ്ട് ഉൾപ്പെടെ സുതാര്യമായിരിക്കും. 2011 നിലവറകളിൽ വൻ നിധിശേഖരം കണ്ടെത്തിയതിനെ തുടർന്ന് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് ക്ഷേത്രത്തിലെ ആഭരണങ്ങളുടെയും സ്വത്തുക്കളുടെയും ഡിജിറ്റലൈസേഷൻ ആരംഭിച്ചത്. സുപ്രീം കോടതി നിയോഗിച്ച അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയാണ് നിലവിൽ ക്ഷേത്രഭരണം നടത്തുന്നത്. S വിനേഷ് കുമാർ, 24 തിരുവനന്തപുരം.
ഇപ്പോൾ വരുന്ന വാർത്തയിലേക്കാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ, നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ ഇപ്പോഴിതാ നരഹത്യാശ്രമം കൂടി SIT ചേർത്തിരിക്കുന്നെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഉടൻ അറസ്റ്റിലേക്ക് കടക്കാനുള്ള നീക്കത്തിലാണ് SIT ഉള്ളത്. അശ്വിൻ പാലാടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അശ്വിൻ, ഗൺമാന്മാർക്ക് കുരുക്ക് മുറുകുകയാണോ? അവരുടെ എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട നീക്കത്തിലേക്കാണ് SIT ഇപ്പോൾ കടന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഈ ഗൺമാന്മാർ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷയും എത്തിയപ്പോൾ ഇതിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കോടതി പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇതാ നരഹത്യാ ശ്രമക്കുറ്റം ചുമത്തിയാണ് ഗൺമാന്മാർക്കെതിരെ പുതിയ റിപ്പോർട്ട് ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ SIT സമർപ്പിച്ചിരിക്കുന്നത്. അതായത് BNS 110 പ്രകാരമാണ് ഈ പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. BNS 110 പ്രകാരം അറ്റംപ്റ്റ് ടു കമ്മിറ്റ് കൾപ്പബിൾ ഹോംസൈഡ്, അതായത് നരഹത്യ നടത്താനുള്ള ശ്രമം, കുറ്റകരമായ നരഹത്യ നടത്താനുള്ള ശ്രമം എന്ന വകുപ്പ് ചേർത്തുകൊണ്ടാണ്, അതീവ ഗുരുതര വകുപ്പ് ചേർത്തുകൊണ്ടാണ് ഇന്ന് ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇന്ന് മറ്റൊരു നീക്കം കൂടി ഈ ഗൺമാന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങി ജാമ്യം നേടാനുള്ള ശ്രമമായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. സ്വാഭാവികമായും നേരത്തെ ചുമത്തിയ വകുപ്പുകൾ ജാമ്യം ലഭിക്കുന്ന കുറ്റങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ കീഴടങ്ങി ജാമ്യം നേടാനുള്ള ശ്രമം നടത്തുന്നു എന്നറിഞ്ഞതോടുകൂടിയാണ് SIT ഇന്ന് തന്നെ അടിയന്തരമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിലാണ് BNS 110 പ്രകാരം മനഃപൂർവ്വം, അതായത് കുറ്റകരമായ നരഹത്യ നടത്താനുള്ള ശ്രമം എന്ന വകുപ്പ് കൂടി ചേർത്ത് ഗൺമാന്മാരുടെ കുരുക്ക് മുറുക്കിയത്. എന്തായാലും ഈ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നറിഞ്ഞ ഉടൻ തന്നെ ആലപ്പുഴയിലെത്തിയ ഗൺമാന്മാർ അവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് SITയുടെ തീരുമാനം. ബൗജിക പൗലോസ് അടക്കമുള്ള മുതിർന്ന SIT ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇനി ഇവരെ പിന്തുടർന്ന് അറസ്റ്റ് ചെയ്യുക എന്നടക്കമുള്ള കാര്യങ്ങളിലേക്കായിരിക്കും ഈ നടപടികൾ, SITയുടെ നടപടികൾ പോവുക. തലക്കടിക്കുന്ന ദൃശ്യങ്ങളടക്കം അത് വധശ്രമത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അതായത് കുറ്റകരമായ നരഹത്യ നടത്തുന്ന പരിധിയിലേക്ക് വരുന്നതാണ്. ഒരാളെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശമില്ലാതെയോ എന്നാൽ മരണം സംഭവിക്കാമെന്ന് അറിഞ്ഞുകൊണ്ടോ നടത്തുന്ന ആക്രമണങ്ങളാണ് ഈ BNS 110 പ്രകാരമുള്ള വകുപ്പിൽ ഉൾപ്പെടുന്നത്. ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഈ വകുപ്പ് വ്യക്തമായി തെളിയുന്നു എന്ന SIT സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. എന്തായാലും അതീവ ഗുരുതരമായ വകുപ്പാണ് നിലവിൽ ചേർത്തിരിക്കുന്നത്. ഈ പ്രതികളായ ഗൺമാന്മാർ ഇന്ന് കീഴടങ്ങും എന്നുള്ളൊരു സൂചനയൊക്കെ ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ അവരെവിടെയാണ്? അതായത് അമൃത, 2 ഗൺമാന്മാരായ അനിൽകുമാറും അംഗരക്ഷകനായ സന്ദീപും ഇന്ന് ആലപ്പുഴ ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തിയിരുന്നു. അഡ്വക്കേറ്റ് B ശിവദാസ് അദ്ദേഹത്തിന്റെ ഓഫീസ് മുഖേന ഈ നടപടികളിലേക്ക് കടക്കാനായിരുന്നു. അതായത് ഈ ബെയിലബിളായ ജാമ്യം ലഭിക്കാവുന്ന കുറ്റം ചുമത്തിയിരിക്കുന്ന കേസിൽ ജാമ്യം നേടാനുള്ള, അതായത് കീഴടങ്ങി ജാമ്യം നേടാനുള്ള ശ്രമമായിരുന്നു ഉണ്ടായിരുന്നത്. കോടതിയിൽ നേരിട്ടെത്തി കീഴടങ്ങാനാണ് ശ്രമിച്ചിരുന്നത്. പക്ഷേ ആ നീക്കത്തെ പൂർണ്ണമായും SIT ഇന്ന് തടഞ്ഞിരിക്കുകയാണ്. SIT അടിയന്തരമായി തന്നെ റിപ്പോർട്ട്, ഈ BNS 110 ചുമത്തിയുള്ള റിപ്പോർട്ട് സമർപ്പിച്ചാണ് ആ ശ്രമം പൂർണ്ണമായും തടഞ്ഞത്. പ്രത്യേക പോലീസ് സംഘവും SITയുടെ സംഘവും പോലീസുകാരും എല്ലാം ഇവർ കോടതിയിലെത്തിയാൽ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ ഒരുപക്ഷെ അറസ്റ്റിലേക്കടക്കം നീങ്ങാനുള്ള ശ്രമവുമായി കോടതിയിൽ ഉണ്ടായിരുന്നു. എന്തായാലും ആ ശ്രമം പൂർണ്ണമായും കീഴടങ്ങി രക്ഷ നേടാനുള്ള അല്ലെങ്കിൽ നിയമത്തിന്റെ ഒരു പരിരക്ഷ നേടാനുള്ള ശ്രമമാണ് പൂർണ്ണമായും ഇന്ന് SITയുടെ ഭാഗത്തു നിന്നുള്ള നീക്കത്തിലൂടെ ഇല്ലാതായിരിക്കുന്നത്. അശ്വിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഈ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളൊക്കെ തന്നെയാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴിതാ നരഹത്യാശ്രമത്തിനുള്ള കേസ് വരെ എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ അതിന്റെ ഗൗരവം അത് എത്രത്തോളമാണ് അശ്വിൻ? അതായത് കഴിഞ്ഞ തവണ ഈ റിപ്പോർട്ട് സമർപ്പിക്കാത്തതിനാണ് ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് SIT സംഘത്തിനൊപ്പം അഭിഭാഷകനുമടക്കം വലിയ രീതിയിലുള്ള രോഷാകുലമായ മറുപടി കോടതിയിൽ നിന്ന് നേരിടേണ്ടി വന്നത്. അതിനുശേഷമാണ് പുതുക്കിയ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാം എന്ന ഒരു ഉറപ്പ് അന്ന് കോടതിയിൽ അന്വേഷണ സംഘം നടത്തിയതും. ഇന്നിപ്പോൾ കൂടുതൽ നടപടികളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ഗുരുതരമായ ദൃശ്യങ്ങളടക്കം പരിശോധിച്ച ശേഷമാണ് SIT ഇത്തരത്തിലൊരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അതോടുകൂടി കേസിന്റെ ഗൗരവ സ്വഭാവം അല്പം കൂടി വർദ്ധിക്കുകയാണ്. നരഹത്യ ശ്രമക്കുറ്റം കൂടി ചുമത്തിയതോടുകൂടിയാണ് ഈ കേസിൽ പ്രതികളായിരിക്കുന്ന 5 ഗൺമാന്മാരും കൂടുതൽ കുരുക്കിലേക്ക് പോകുന്നത്. ആദ്യം സമർപ്പിച്ച റിപ്പോർട്ടിൽ, അതായത് ഇതിനു മുമ്പ് SIT രൂപീകരിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന FIR-ലടക്കം അസഭ്യം പറയൽ, ഒപ്പം മാരകായുധം ഉപയോഗിച്ച് ആക്രമിക്കൽ, ഈ 2 വകുപ്പുകൾ മാത്രമാണ് ചേർത്തിരുന്നത്. അതല്ലാതെ തലയിൽ ലാത്തി കൊണ്ടടിക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും അത് വധശ്രമ വകുപ്പിന്റെ അല്ലെങ്കിൽ നരഹത്യ കുറ്റത്തിന്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് പ്രഥമദൃഷ്ട്യാ തെളിയുന്ന അല്ലെങ്കിൽ കണ്ടാൽ മനസ്സിലാകുന്ന ദൃശ്യങ്ങളായിരുന്നിട്ട് പോലും ഈ വധശ്രമമോ നരഹത്യാശ്രമമോ ഒന്നും ചുമത്താൻ നേരത്തെ അന്വേഷണ സംഘം തയ്യാറായിരുന്നില്ല. അന്നത്തെ അതേ FIR തന്നെയായിരുന്നു പുതിയ SIT വന്നതിന് ശേഷവും ആദ്യഘട്ടത്തിൽ കോടതിയിൽ സമർപ്പിച്ചത്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു, കൂടുതൽ വകുപ്പുകൾ പിന്നീട് ചേർക്കും എന്നൊരു അറിയിപ്പ് മാത്രമാണ് അന്ന് കോടതിയിൽ നൽകിയിരുന്നത്. എന്തായാലും ഇന്ന് ഇത്തരത്തിലൊരു ഹൈജാക്കിംഗ്, അതായത് ഒരു മുൻകൂട്ടിയുള്ള ശ്രമം, ഈ ഗൺമാന്മാരുടെ ഭാഗത്തുനിന്ന് കീഴടങ്ങി രക്ഷ നേടാനുള്ള ശ്രമം ഉണ്ടാകുന്നു എന്നറിഞ്ഞതോടുകൂടിയാണ് അടിയന്തരമായി തന്നെ SIT കൂടുതൽ വകുപ്പുകൾ, ഗുരുതരമായ നരഹത്യാ കുറ്റശ്രമം
ശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ SITയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നടപടി സ്വാഭാവികമായും അത് അറസ്റ്റ് നടപടികളിലേക്കാണ്. നിലവിൽ അനിൽ കല്ലിയൂരും സന്ദീപും ആലപ്പുഴ ജില്ലാ പരിധിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് SITക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. രാവിലെ അവരുടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് B ശിവദാസിന്റെ ഓഫീസിൽ അവർ എത്തിയിരുന്നു. അവിടെ നിന്ന് കീഴടങ്ങാനുള്ള നടപടികളിലേക്ക് കടന്ന കോടതിയിലെത്തി കീഴടങ്ങി ജാമ്യം നേടുക എന്ന ശ്രമമായിരുന്നു, എന്ന തീരുമാനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനിടെയാണ് ഈ റിപ്പോർട്ട് കൊടുത്തത്. റിപ്പോർട്ട് നൽകി എന്നറിഞ്ഞ ഉടൻ തന്നെ ആലപ്പുഴയിൽ നിന്ന് അവർ പുറപ്പെട്ടിട്ടുണ്ട്, പിന്മാറിയിട്ടുണ്ട്. അത് എവിടേക്കാണ് പോയത് എന്നുള്ളത് SIT അന്വേഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് തന്നെ പിന്തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്യുമോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. നിലവിൽ അത്തരത്തിലൊരു അടിയന്തര നീക്കത്തിലേക്കൊക്കെ SIT കടക്കുമോ അശ്വിൻ? ഇനിയിപ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. അപ്പോൾ തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും SITയുടെ? സ്വാഭാവികമായും ഗുരുതരമായ വകുപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു നിയമക്കുരുക്ക് SITക്ക് മുന്നിലില്ല. അറസ്റ്റ് ചെയ്ത് ഇതുവരെ ഇവരുടെ മൊഴി 5 ഗൺമാന്മാരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇപ്പോൾ ഈ കുറ്റകരമായ നരഹത്യാ ശ്രമം അടക്കമുള്ള വകുപ്പുകൾ കൂടി ചേർത്ത് റിപ്പോർട്ട് സമർപ്പിച്ച സാഹചര്യത്തിൽ എപ്പോൾ വേണമെങ്കിലും ഈ ഗൺമാന്മാരെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു അധികാരം കൂടി SITക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി SITയുടെ നീക്കം എന്താണ് എന്നുള്ളത് നിലവിൽ പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. കാരണം നിലവിലെ അന്വേഷണ സംഘം വളരെ രഹസ്യാത്മകമായാണ് ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് നടപടികളിലേക്ക് ഇനി കടക്കും എന്നുള്ളത് നമുക്ക് നിലവിൽ പറയാൻ കഴിയില്ലെങ്കിലും അറസ്റ്റിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. SITക്ക് മുന്നിൽ ഇനി അതിനൊരു തടസ്സമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഈ 2 ഗൺമാന്മാരുടെ ജാമ്യാപേക്ഷ നേരത്തെ പിൻവലിച്ചിരുന്നു. ശേഷിക്കുന്ന 3 അംഗരക്ഷകർ നൽകിയ ആന്റിസിപ്പേറ്ററി ബെയിൽ ജൂൺ 2 കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അതിനിടെയാണ് കൂടുതൽ വകുപ്പുകൾ ചേർത്തുള്ള അതീവ ഗുരുതരമായ റിപ്പോർട്ട് കോടതിയിൽ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ശരി, നവകേരള സദസ്സിലെ രക്ഷാപ്രവർത്തനത്തിൽ ഗൺമാന്മാർക്ക് കുരുക്ക് മുറുകുകയാണ്. ഇപ്പോഴിതാ നരഹത്യാശ്രമം ചേർത്ത് SIT കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ അറസ്റ്റിലേക്ക് കടക്കാനുള്ള നീക്കമാണ് SITയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. കർണാടകയിൽ DK ശിവകുമാർ സർക്കാർ ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. പാർലമെന്ററി പാർട്ടി യോഗത്തിന് മുന്നോടിയായി DK ശിവകുമാർ ഗവർണറെ കണ്ടു. വൈകിട്ട് ചേരുന്ന കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും. നാടകീയതകൾ അവസാനിപ്പിച്ച് സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങളിലാണ് കർണാടക കോൺഗ്രസ്. ഗവർണറെ സന്ദർശിച്ച നിയുക്ത മുഖ്യമന്ത്രി DK ശിവകുമാർ സത്യപ്രതിജ്ഞ ചടങ്ങിന് 2 ദിവസങ്ങൾ മുന്നോട്ട് വെച്ചു. ജൂൺ 3-നോ ജൂൺ 5-നോ സത്യപ്രതിജ്ഞ നടത്താമെന്നാണ് നിർദ്ദേശം. ചടങ്ങുകൾ വിധാനസൗധയിലോ ലോക് ഭവനിലോ ആകാമെന്നും DK ഗവർണറെ അറിയിച്ചു. വൈകിട്ട് 4 മണിക്ക് വിധാനസൗധ കോൺഫറൻസ് ഹാളിൽ ചേരുന്ന കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിലായിരിക്കും കൃത്യമായ തീരുമാനമുണ്ടാവുക. സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുക്കും. സിദ്ധരാമയ്യ മുന്നോട്ട് വെച്ച നീക്കുപോക്കുകൾ അംഗീകരിച്ചാണ് മന്ത്രിസഭയിലടക്കം പുനഃസംഘടന ഉണ്ടാവുക. മകൻ യതീന്ദ്ര സിദ്ധരാമയ്യ അടക്കം 10 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. എന്നാൽ മന്ത്രിസഭാ പുനഃസംഘടന രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും നടക്കുക. മലയാളിയായ മന്ത്രി KJ ജോർജ് രാജ്യസഭാ സീറ്റിൽ മത്സരിച്ചേക്കും. രാജ്യസഭാ സീറ്റ് നിരസിച്ച സിദ്ധരാമയ്യ DK സർക്കാരിൽ 2 ഉപമുഖ്യമന്ത്രിമാർ വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാമുദായിക സമവാക്യങ്ങൾ പരിഗണിച്ച് ദളിത് OBC വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയായിരിക്കും മന്ത്രിസഭയിലടക്കം മാറ്റമുണ്ടാവുക. ബംഗളൂരുവിൽ നിന്നും ജിജീന്ദ്രനൊപ്പം സജു ചാമക്കാലയിൽ 24. ഇനി കായിക വാർത്തകൾ നോക്കാം. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിലെ ജേതാക്കളെ ഇന്നറിയാം. കലാശക്കളിയിൽ ആഴ്സണൽ നിലവിലെ ചാമ്പ്യന്മാരായ PSG നേരിടും. രാത്രി 9:30 ഹംഗറിയിലെ ബുഡാപെസ്റ്റിലാണ് മത്സരം. ബുഡാപെസ്റ്റിൽ ബ്ലോക്ക് ബസ്റ്റർ ബാറ്റിൽ. യൂറോപ്യൻ ചാമ്പ്യൻ പട്ടത്തിനായി ഇംഗ്ലീഷ് ചാമ്പ്യന്മാരായ ആഴ്സണലും ഫ്രഞ്ച് ചാമ്പ്യന്മാരായ പാരീസ് സെന്റ് ജർമനും മുഖാമുഖം. 22 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ ആഴ്സണലിന്റെ ഇനിയുള്ള ലക്ഷ്യം ക്ലബ്ബ് ചരിത്രത്തിലെ ആദ്യ UCL കിരീടം. തുടർച്ചയായി 2 തവണ ചാമ്പ്യൻസ് ലീഗ് നേടുന്ന ആദ്യ ഫ്രഞ്ച് ക്ലബ്ബ് എന്ന നേട്ടത്തിലാണ് PSG-യുടെ കണ്ണ്. ഒറ്റ മത്സരം തോൽക്കാതെയായിരുന്നു ഗണ്ണേഴ്സിന്റെ ഫൈനൽ പ്രവേശം. മാർട്ടിൻ ഒഡേഗാർഡും ബുക്കായോ സാക്കയും ഡെക്ലാൻ റൈസും സുബിമെന്റിയും മാർട്ടിനെല്ലിയും ഡേവിഡ് റയയും എല്ലാം ഉൾപ്പെടുന്ന മൈക്കൽ ആർട്ടേറ്റയുടെ ആയുധപ്പുര ലോക ഫുട്ബോളിലെ തന്നെ ഏറ്റവും മികച്ചത്. ലൂയിസ് എൻറിക്കോയുടെ PSG-യെ ആക്രമണത്തിന്റെ അവസാന വാക്കെന്ന് പോലും പറയാം. ഉസ്മാൻ ഡെംബേലെ, ക്വിച്ച കൊറസ്കേലിയ, ഡിസൈർ ഡൂബോ, വിറ്റിന, അച്റഫ് ഹക്കീമി, ന്യൂനോ മെൻഡസ്. ആദ്യ സെക്കൻഡ് മുതൽ ആഴ്സണൽ ഗോൾ മുഖം കരുതിയിരിക്കണം. കഴിഞ്ഞ സീസണിൽ സെമിയിൽ ആഴ്സണലിനെ വീഴ്ത്തിയതിന്റെ ഓർമ്മകളും PSG-ക്ക് മാനസിക മുൻതൂക്കം നൽകുന്നു. സ്പോർട്സ് ഡെസ്ക് 24. 1 PM ന്യൂസ് പൂർണ്ണമാകുന്നു.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.